സുഭാഷിതം. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായത്തിൽ നിന്നും ഇന്ന് നാം ചിന്തിക്കുന്നത് 23-ാം വാക്യമാകുന്നു. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. കീപ് യുവർ ഹാർട്ട് വിത്ത് ഓൾ ഡിലിജൻസ്, ഫോർ ഔട്ട് ഓഫ് ഇറ്റ് സ്പ്രിംഗ് ദ ഇഷ്യൂസ് ഓഫ് ലൈഫ്. മക്കളെ എന്ന് അഭിസംബോധന ചെയ്ത് അപ്പന്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് 4-ാം അധ്യായം ആരംഭിക്കുന്നത്. 2-ാം വാക്യത്തിൽ ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു, എന്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 27 വാക്യങ്ങളിലും പ്രബോധനം അടങ്ങിയിട്ടുണ്ട്. നാം വായിച്ച വാക്യം, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ഒരു മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഹൃദയമെന്ന് നമുക്കറിയാം. ജീവന്റെ ഉത്ഭവം ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നു. ജീവൻ നിലനിർത്തുന്നതും ഹൃദയം തന്നെ. മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവം എന്നതിനുപരി വേദപുസ്തകത്തിൽ ഹൃദയത്തിന് വിപുലമായ അർത്ഥമാണുള്ളത്. ഓരോ വ്യക്തിയുടെയും ആന്തരിക ജീവിതത്തെ സംഗ്രഹിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച ഒരു പദമായിട്ടാണ് ഹൃദയം ഉപയോഗിച്ചിരിക്കുന്നത്. ചിന്തയും വികാരവും തിരഞ്ഞെടുക്കലും ഇതിലടങ്ങിയിട്ടുണ്ട്. വികാരങ്ങൾ, അഭിനിവേശം, അഭിലാഷം, മനസ്സ്, ഇച്ഛ എല്ലാം ഉൾപ്പെടുന്നു. ഈ ഹൃദയത്തെ നമുക്ക് എങ്ങനെ ജാഗ്രതയോടെ കാത്തുകൊള്ളുവാൻ കഴിയും? യിരെമ്യാവ് ഇങ്ങനെ പറഞ്ഞു, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ എന്ന്. അതിന്റെ ഉത്തരം സദൃശവാക്യങ്ങൾ 4:21 പറയുന്നത്, മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചുകൊള്ളുക. എന്താണ് ഈ വചനം? യോഹന്നാൻ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു എന്ന്. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ വരും. നമുക്ക് പുതിയൊരു ഹൃദയം ദൈവം തരും. ഈ ഹൃദയത്തിൽ യേശു കർത്താവ് വസിക്കും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഹൃദയത്തിൽ നിന്ന് ജീവൻ ഉത്ഭവിക്കുന്നു. ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചത്. ഈ കർത്താവിനെ സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തിൽ കാത്തുകൊള്ളുക. ഹൃദയത്തിൽ ഉത്ഭവിക്കുന്ന ജീവൻ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കും. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമേ. ഞങ്ങളുടെ ഹൃദയം കാത്തുകൊണ്ട് നിത്യജീവനിലേക്ക് എത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.